നമസ്കാരം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ബുക്കുകൾ 2025 മാർച്ച് 1 മുതൽ ലഭ്യമാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി. ബുക്ക് പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത്. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിനൊപ്പം എല്ലാ വാഹന ഉടമകളും ബുക്ക് ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉടമസ്ഥാവകാശം മാറ്റൽ, ഹൈപ്പോത്തിക്കേഷൻ മാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും. ഇത്തരത്തിൽ ബന്ധപ്പെടുത്തിയില്ല എങ്കിൽ ഉടമയുടെ അനുവാദം കൂടാതെ ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ മാറ്റാൻ കഴിയും. ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയാൽ വാഹന ഉടമയ്ക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്താൻ കഴിയുകയുള്ളൂ. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും ബുക്കുമായി ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ പറഞ്ഞിരിക്കുകയാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറാണ് നൽകേണ്ടത് എന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ലൈസൻസ് ബുക്ക് അച്ചടി നിലച്ചതിന് പിന്നാലെ നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് ഡിജിറ്റലായി സൂക്ഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബുക്കും ഓൺലൈൻ ആക്കിയത്. അതേസമയം ഇപ്പോൾ ഡിജിറ്റൽ ആയിട്ടാണ്. നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത തപാലിലാണ് അയച്ചിരുന്നത്. ഇത് ഒഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയത്. ലൈസൻസ് ഡിജിറ്റൽ ആക്കിയിരുന്നു എങ്കിലും ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകിയിരുന്നു. ഇതിനാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത്. ഇതോടെ ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകുന്ന രീതി അവസാനിക്കുകയാണ്. ഡിജിറ്റൽ ആകുന്നതോടെ ഇനി ബുക്കുകൾ വേഗത്തിൽ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.